ഹായ്, ഞാൻ ദീപ. അപ്പം നമ്മൾ ഇത്രയും നാള് കണ്ടുകൊണ്ടിരുന്നത് ഹോളി കമ്മ്യൂണിയൻ ഗൗൺ ആൻഡ് ആക്സസറി സീരീസ് ആണ്. അപ്പം അതിൻ്റെ എൻഡ് ആയേക്കുവാണ്. ഇന്ന് നമ്മൾ ഗ്ലൗസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ നോക്കിയത് ഗൗൺ ചെയ്തു, അതിൻ്റെ ക്രൗൺ ചെയ്തു, അതായത് വെയില് അത് ചെയ്തു, പിന്നെ ക്യാൻഡിൽ ചെയ്തു. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫിംഗർലെസ് ഗ്ലൗസ് ആണ്. ഫിംഗർലെസ് ഗ്ലൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് കയ്യിൽ കൂടെ ഇടുന്ന ഗ്ലൗസ് ഉണ്ട്. ഇത് അന്നക്കുട്ടി പറഞ്ഞേച്ച് ചെയ്യുന്നതാണ്. ഇവിടെ കൂടെ, അതായത് ഒരു വിരലെ കൂടെ മാത്രം കയറിയിട്ട് പിന്നെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ വന്ന് താഴെ വരെ വന്ന് നിൽക്കുന്ന ഒരു ഗ്ലൗസ് ആണ്. അത് 2-3 രീതിയിൽ ചെയ്യാം. ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്നേച്ച് താഴോട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്ന് ഫുള്ള് കവർ ചെയ്ത് ഇവിടെ ഇലാസ്റ്റിക് കൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ളത് ചെയ്യാം. പക്ഷെ അത് എന്തെങ്കിലും ഒരു മെഷർമെന്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഫുള്ള് അങ്ങ് പോവും. അതുമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു നെറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബനിയൻ ടൈപ്പ് അല്ലെങ്കിൽ സീ ത്രൂ പോലത്തെ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്താണ്, നമ്മൾ യോക്ക് പോർഷൻ വെച്ചത് നെറ്റ് കോട്ട അല്ലെങ്കിൽ ഓർഗൻസ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അത് കുറച്ചും കൂടി ഒരു സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പം നമ്മൾ പിടിച്ച ആ രീതിയിലൊന്നും നിന്നൊന്നും വരത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനത് ഇവിടുന്ന് തന്നെ ഒരു സാറ്റിൻ റിബൺ വെച്ച് തന്നെ തുടങ്ങി വെച്ച് താഴോട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ വന്നിട്ട് ഇവിടെ വന്ന് ഇത്രയും പോർഷൻ മാത്രമേ കവർ ചെയ്യത്തുള്ളൂ. ഇവിടെ നമ്മൾ ഷൂ ലേസ് കെട്ടത്തില്ലേ, അതുപോലെ ലൂപ്പ് ഇട്ടേച്ച് ഒരു ഷൂ ലേസ് കെട്ടുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ സീരീസിൻ്റെ എൻഡ് ആവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിന് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ ഗ്ലൗസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ഇതിനകത്തൂടെ നമ്മുടെ അല്ല, കുഞ്ഞിൻ്റെ കൈയുടെ ഇവിടെ കൂടെ കയറുന്ന ഭാഗത്തിന് ദാ ഇങ്ങനെ ഒരു കുനിപ്പ് ഇടാൻ പാകത്തിന് നമുക്കൊരു സംഭവം വേണം. അതായത് ഇത്രയും പാകത്തിന്. പിന്നെ ഇങ്ങനെ വന്ന് ഇത്രയും വീതിയിൽ നിൽക്കുന്നൊരു സംഭവം കൂടെ വേണം. അപ്പം അത് ആദ്യം നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഒരു തുണി എടുത്തേച്ച് അതിൽ കറക്റ്റ് നമുക്ക് എന്താണ്, ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇത്രയൊക്കെ മതിയാവും അവൾക്ക്. അപ്പം അവിടെ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും പോർഷനാണ് മുറിച്ചെടുത്തത്. ഇത്രയും തുണിയാണ് ഞാൻ മുറിച്ചെടുത്തത്. ഇതൊരു ഉദ്ദേശക്കണക്കാണ് മുറിച്ചെടുത്തത്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലാണ്, അതായത് ഇതാ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇത് ക്രോസ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്യത്തക്ക രീതിയിൽ, മനസ്സിലായ? അതായത് ഇവിടെ നമ്മളിങ്ങനെ മടക്കി വെക്കും. അപ്പം അതുപോലത്തെ ഷേപ്പിൽ വേണം നമുക്ക് മുറിച്ചെടുക്കാനായിട്ട്. മുറിച്ചെടുക്കുമ്പോൾ അത് ഇവിടെ കുറച്ചും പൂവൊക്കെ കാണുന്നില്ലേ, അപ്പം ആ ഒരു പൂ നമുക്ക് കിട്ടണം. അപ്പം അത് വേണ്ടിയിട്ട് നമ്മളിതാ ഇപ്പോൾ ഞാൻ പൂ അങ്ങനെ നടുക്കുന്ന് ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഞാൻ പിന്നെയും എൻ്റെ കൈ വെച്ച് നോക്കുവാണ്. അതായത് കൈയുടെ വിരൽ ഇവിടെ മടക്കി തയ്യലും കഴിഞ്ഞേച്ച് കൈയുടെ വിരലിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഈ ഒരു പോർഷൻ ടച്ച് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് പോകണം. മനസ്സിലായ? ഈ ഒരു പോർഷൻ ടച്ച് ചെയ്ത് ഈ ഒരു ഇവിടെ ടച്ച് ചെയ്ത് വന്നിട്ട് താഴോട്ട് പോകണം. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായോ? ഇതിപ്പോൾ ഞാൻ നടുവേ മടക്കി വെച്ചേക്കുക. ഇനി ഇങ്ങനെ കുനിപ്പ് വരുന്ന ഈ ഒരു പോർഷനായിരിക്കും ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ വന്ന് തട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനൊരു ഷേപ്പ് വരണമല്ലോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരണം. അപ്പം ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇതാ ഇവിടെ വന്നാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് താഴോട്ട്, മനസ്സിലായ? അപ്പം അങ്ങനെ നമുക്ക് വെട്ടിയെടുക്കണം.
ട്രയാങ്കിൾ ഷേപ്പ് വരുന്നത് എനിക്ക് ഇവിടാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഇതാ ഇവിടെ കൊണ്ടുവന്നു, എന്നിട്ട് താഴെ വരെ വെട്ടിയെടുത്തു. കണ്ട, ഇതൊന്ന് ലെവലാക്കാനുണ്ട്, അത് വേറെ കാര്യം. അപ്പം ഞാൻ കാണിച്ചു തരാം. എന്താ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ നമ്മുടെ കയ്യിലിങ്ങനെ കെട്ടിയിരിക്കും. ഇതിനിപ്പോൾ അന്നക്കുട്ടിയുടെ കയ്യിലൊന്ന് വെച്ചൊന്ന് നോക്കി വെച്ച് ഞാൻ വരാവേ. അപ്പോൾ ഇത് അവളുടെ കൈക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട്. അത് ഞാനിപ്പോൾ വേറൊരെണ്ണം കൂടെ മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ ലെവൽ ചെയ്യാം. ഇതിപ്പോൾ അതേ ഒരു പാകത്തിന് വേറൊരു പൂ, അതായത് ഇപ്പോൾ ഇവിടെ 3 പൂ വരുന്നുണ്ട്, അല്ല ഇവിടെ 3 പൂ വരുന്നുണ്ട്. ആ ഒരു 3 പൂ വരത്തക്ക രീതിയിൽ വേറൊരെണ്ണം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ അതുപോലെ എനിക്കിപ്പോൾ വേറൊരു പൂ ഇതാ ഇവിടാണ് കിട്ടിയേക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ലെവലായിട്ടുണ്ട്. 2 ഇതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനി ഈ 4 അല്ലല്ലോ, 1 2 3 4 5 സൈഡും നമ്മളൊന്ന് മടക്കിയിടിക്കണം. കണ്ട, ഇതുപോലെ നമുക്ക് മറ്റതും ഒന്ന് മടക്കി അടിച്ച് എടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വിട്ടു പോകത്തില്ല, അത്രയേ ഉള്ളൂ. വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അതുപോലത്തെ തുണി ആയതുകൊണ്ടാണേ. ഓക്കെ, ഇതിപ്പം എല്ലാ സൈഡും നമ്മൾ മടക്കി അടിച്ചു. ഇനിയിപ്പോൾ നമുക്കത് ഇതുപോലത്തെ എന്താണ് ചെറിയ സാറ്റിൻ റിബൺ ഇല്ലേ, സാറ്റിൻ റിബൺ വെച്ചിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ എന്താ പറയുന്നത് അതിന്, നമുക്ക് ഈ എന്തിന് ഹുപ്പ അല്ല ലൂപ്പ് പിടിപ്പിക്കാം. ലൂപ്പ് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഷൂവിൻ്റെ ലേസ് കയറ്റത്തില്ലേ, അതുപോലെ നമുക്കിങ്ങനെ കെട്ടിയിടാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഇത്രയും ഒരു 3 എണ്ണം മതിയായിരിക്കും അല്ലേ. 3 എണ്ണം വീതം നമുക്ക് ഹുപ്പ് പിടിപ്പിക്കാം. ഉപ്പ് പിടിപ്പിച്ചേച്ച് ഇതിൻ്റെ ഈ അറ്റത്തുള്ള സംഭവം നമുക്ക് ഇങ്ങനെ കരിച്ച് എടുക്കാം. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി. കണ്ട, ഇതുപോലെ നമുക്ക് എല്ലാ ഇതിലും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ 2 ഇതിലും നമ്മുടെ സൈഡിൽ ചെയ്യാനുള്ള പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെയാണ് നമ്മളൊരു ലൂപ്പ് പറഞ്ഞില്ലേ, അത് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് നമ്മുടെ കൈയുടെ അളവ് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ഒരു വലുതായിട്ട് നമുക്ക് പിന്നെ കയ്യിൽ കയറിയില്ലേ പിന്നെ അതായില്ലേ. അപ്പോൾ ഇത്രയൊരു വലിപ്പത്തിൽ നമുക്ക് നമ്മുടെ കൈയുടെ തന്നെ അളവെടുക്കാം. ഇപ്പോൾ കൊച്ചു അടുത്തില്ലെങ്കിൽ നമ്മുടെ കൈയുടെ അളവെടുക്കാം. എന്നിട്ട് അത് നമുക്കൊന്ന് രണ്ടും സെയിം ആയിട്ടുള്ളൊരു ഇത് എടുക്കുക. എന്നുവെച്ചാൽ 2 സൈഡും നമുക്ക് ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ മടക്കി, മനസ്സിലായ, ഇങ്ങനെ, അതായത് നല്ല വശമാണ് വശം. ഇത് നമ്മുടെ കണ്ട, ഇതാണ് നമ്മുടെ നല്ല വശം, ഇത് നമ്മുടെ നല്ല വശം. ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് വെച്ച് ഇതിലോട്ട് നമുക്ക് തയ്ച്ചു പിടിപ്പിക്കാം. ഇങ്ങനെ കയറ്റാം. എന്ന് വെച്ച് ഇവിടെ ഇങ്ങനെ വന്നിട്ട് നമുക്കിങ്ങനെ കെട്ടി താഴോട്ട് വരുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇത് ഇടുന്നതെന്ന് നോക്കാം. അപ്പം അത് നമുക്ക് ഒന്ന് ഇങ്ങനെയാണ് നമുക്ക് ഇതിനകത്തൂടെ കണ്ടോ, അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്കിത് കയ്യിലോട്ടൊന്ന് ഇട്ട് കാണാം. പിന്നെ ഇനി നമുക്ക് ഇവിടെ ഒരു എന്താണ് ഒരു പൂവോ
പിന്നെ ഇത്രയും ഭാഗത്ത് വേറെ കുറച്ച് ഡെക്കറേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. പക്ഷെ അതിന് മുമ്പ് നമുക്കിതൊന്ന് ഇട്ട് കാണാം. കൈ കാണിച്ചേ. കൈ നമുക്ക് ഇതിനകത്തൂടെ കയറ്റാം. എന്ന് വെച്ച് ഈ ഒരു വിരലിൽ കൂടെ കയറ്റിയിട്ട് കണ്ട ഇവിടെ നമുക്കൊരു പൂ സെറ്റ് ചെയ്യാം. കൈ തിരിച്ച മോളെ. ആ ഇത് കണ്ട, ഇത് നമ്മള് ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ കെട്ട് വരുന്നത്. ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയില്ല അതിന്റെ കെട്ട് വന്നാനെ. അപ്പൊ എന്തായാലും ഇതൊക്കെ മതിയല്ല അന്നക്കുട്ടി. അപ്പൊ നമുക്കിതിങ്ങനെ കെട്ടി ഇനി തിരിച്ചേ. അപ്പൊ റെഡി. ഓക്കെ. അപ്പൊ ഇത് ഇവിടെ നമുക്കൊരു പൂവും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. ഡെക്കറേഷൻ വെച്ച് തരാം. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഒരു പൂ വെക്കണം. കുറച്ചുകൂടെ ഒന്ന് ലൂസാവണം ഇങ്ങോട്ടേക്ക്. ഇത് കറക്റ്റ് അല്ലേടി? ഓക്കെ. ഇനി തിരിച്ചു കാണിച്ചേ. കണ്ട. അപ്പൊ ഇത് ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഒരു പൂ വെക്കണം. എന്താണ് ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മുത്തും എന്താണ് സ്റ്റോണും കൂടെ ഒക്കെ ആക്കി കഴിയുമ്പോ ഇത് അടിപൊളിയായിരിക്കും അല്ലേ അന്ന? അപ്പൊ ഇനി അതുകൂടെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ഫൈനൽ ഗ്ലൗസ്. ഞാൻ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഇതൊരു ഷോ ബട്ടൺ ആണ്. ഇതിനൊരു 5 രൂപയ്ക്കേ കാണത്തുള്ളൂ. ഇതുപോലെ തന്നെ 2 ഷോ ബട്ടൺ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം നമ്മുടെ മറ്റേ ഏതാണ് ആ സ്റ്റോൺ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കാണേ. അപ്പോൾ നമ്മുടെ ഗ്ലൗസും ആയിട്ടുണ്ട്.